റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് സാർ ഒപ്പം ചേരുകയാണ്. സാർ, മറ്റുള്ളവരുടെ സ്വകാര്യതയ്ക്കും അന്തസ്സിനും ആത്മാഭിമാനത്തിനും ഒരു വിലയും കൽപ്പിക്കാതെ ഒരു മൊബൈൽ ക്യാമറയുമായി കടന്നുകയറുന്ന ഓൺലൈനർമാർക്കും യൂട്യൂബർമാർക്കുമെതിരെ പോലീസ് കഴിഞ്ഞ ദിവസം ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യതയ്ക്കുള്ള അവകാശം ഒരു മൗലികാവകാശമാണ്. മറ്റൊരാളുടെ അനുമതിയില്ലാതെ അയാളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് കർശനമായ നിയമ നടപടികൾക്ക് കാരണമാകും. IT ആക്ട് പ്രകാരം സ്വകാര്യത ലംഘിച്ച് മറ്റൊരാളുടെ ചിത്രങ്ങളോ വീഡിയോകളോ പകർത്തുന്നതും പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണ്. 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് എന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ ചോദിക്കാനുള്ളത്, പോലീസിന് സ്വയം കേസെടുക്കാമോ ഇത്തരം സന്ദർഭങ്ങളിൽ, അതോ വീഡിയോയിലുള്ള ആരെങ്കിലും തന്നെ പരാതിപ്പെടണോ? പോലീസിന് സ്വയം കേസെടുക്കാം, അതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. മറ്റൊന്ന്, അങ്ങനെ അവരെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി എന്ന് ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്താൽ പോലീസിന് കേസെടുക്കാം, സോമോട്ടോ ആയിട്ടും കേസെടുക്കാം, 2 വിധത്തിലും എടുക്കാം. അതേസമയത്ത് ആ കേസെടുത്തു കഴിഞ്ഞാൽ അത് നോൺ ബെയിലബിളായി തന്നെ കോടതി പരിഗണിക്കും. കാരണം അതിനൊന്നും നമുക്ക് അവകാശമില്ല. 3 വർഷത്തെ തടവും 2 ലക്ഷം രൂപ പിഴയും ഇനിഷ്യലായിട്ട്. അതുതന്നെയല്ല, ആ ഫോട്ടോ എടുത്തത് അവരുടെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലാതെ അവരെ സ്വകാര്യതയിലേക്ക് കൂടുതൽ കയറി ചെന്ന് ഇറങ്ങുന്ന ഫോട്ടോകളുണ്ടെങ്കിൽ ശിക്ഷ നിലവാരം കൂടും. 6-7 വർഷം വരെ ശിക്ഷ ഉള്ള വകുപ്പുകളിലോട്ട് കയറും. IT ആക്ടിൻ്റെ വേറെ ചില വകുപ്പുകളുണ്ട്, 66, 67 കയറാൻ സാധ്യതയുണ്ട്. അത് 10 വർഷം വരെയുള്ള തടവാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ പലരും സെലിബ്രിറ്റി ആണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള സിനിമാ നടന്മാരും ഒക്കെ, പ്രത്യേകിച്ച് സലീം കുമാറിനെ പോലെ പ്രശസ്തനായ ഒരു കലാകാരൻ, അത് മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ആ ആക്ടിങ് ഒക്കെ കണ്ട് ആസ്വദിച്ചവരാണ് നമ്മൾ. പക്ഷെ അദ്ദേഹം ജീവിതത്തിൽ നിന്ന് വിട്ടുപോയി 56-ാമത്തെ വയസ്സിൽ വിട്ടുപോകുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ബന്ധുക്കളും മക്കളും ഒക്കെ അവരുടെ സ്വകാര്യതയിലേക്ക് ചാനലുകാരും അതുപോലെ തന്നെ മൊബൈൽ കൈവശമുള്ളവരുമൊക്കെ, ക്യാമറ ഉള്ളവരൊക്കെ കയറി. പക്ഷെ അതിനൊരു പരിധി ഉണ്ടായിരുന്നു. പക്ഷേ ആ പരിധി ലംഘിച്ചും അത് വിറ്റ് കാശാക്കാനുള്ള ദൊരയിൽ ധാരാളം പേര് ആ വീട്ടിലെത്തി. കാരണം അത് മുഴുവൻ റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതേസമയത്ത് പരവൂർ ടൗൺ ഹാളിൽ അദ്ദേഹത്തിനെ കാണാമല്ലോ. അദ്ദേഹത്തിന് അന്നേരം പ്രശ്നങ്ങളൊന്നുമില്ല, ഏത് രീതി വേണമെങ്കിലും ഫോട്ടോ എടുത്തോളൂ, അത് നമുക്ക് മനസ്സിലാകും. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ സ്വകാര്യതയിലേക്കാണ് നമ്മൾ കയറിയെന്ന് ആലോചിച്ചോണം. അവരുടെ പ്രിയപ്പെട്ട ആൾ വേർപെട്ടു പോയി. ആ ആളെ അവസാനം ഒന്ന് തലോലിക്കാനോ ഒന്ന് ദേഹത്ത് പിടിക്കാനോ ഒന്ന് ചുംബിക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ അമ്മയ്ക്കും മക്കൾക്കും അവകാശമുണ്ട്. ആ അവകാശത്തിലേക്ക് ആരും നുഴഞ്ഞു കയറാൻ പാടില്ല, അതിന് വിഘാതം ഉണ്ടാക്കാൻ പാടില്ല, അതിന് തടസ്സം ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് സലീം കുമാറിൻ്റെ വീട്ടിലെ ദൃശ്യങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ പ്രതികരിച്ച് കണ്ടല്ലോ. കാരണം അവരുടെ പിതാവ് അവരെ വേറെ പിരിഞ്ഞു കഴിഞ്ഞു. ഇനി അവർക്ക് സ്വന്തമായിട്ട് 1-2 മണിക്കൂർ പിതാവിൻ്റെ ഒപ്പം ചെലവഴിക്കാനുള്ള അവസരം അവിടുത്തെ സോഷ്യൽ മീഡിയക്കാരും ആ സെലിബ്രിറ്റിയുടെ അദ്ദേഹത്തിൻ്റെ പിന്തുണക്കാരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എന്നൊക്കെ പറഞ്ഞ് വന്നവരെല്ലാം ആ വീട്ടിൽ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ കണ്ടപ്പം നമുക്ക് ലജ്ജ തോന്നി. കാരണം അത് തീർച്ചയായിട്ടും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. സ്വകാര്യതയിലേക്ക് കടന്നു കയറി ഇവരെല്ലാവരും അത് കുറ്റകരമാണെന്നുള്ള കാര്യം ആ വന്നു ചേർന്നവരെല്ലാം മനസ്സിലാക്കിക്കൊള്ളൂ. കാരണം പോലീസിന് കേസെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് പരാതി കൊടുക്കുമോ, അല്ലെങ്കിൽ സലീം കുമാറിനെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും പരാതി കൊടുത്താലും കേസും മുന്നോട്ട് പോകും എന്ന് കരുതിക്കോണം. സാർ, നമുക്ക് സലീം കുമാറിന്റെ വീട്ടിലെ സംഭവം തന്നെ ഉദാഹരണമായി എടുക്കാം. സലീം കുമാറിന്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്നതിനിടെ സ്വകാര്യത നൽകാതെ ക്യാമറകളുമായി തിക്കിത്തിരക്കിയ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരോടും ജനക്കൂട്ടത്തോടുമാണ് മകൻ ചന്തു ദേഷ്യപ്പെട്ടത്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ഈ അഭിനവ ഓൺലൈൻ മീഡിയക്കാരോട് ചോദിക്കുന്ന ചന്തുവിന്റെ ദൃശ്യം ഏറെ വൈകാരികമായിരുന്നു. പോലീസ് അടക്കം തിരക്ക് നിയന്ത്രിക്കാൻ പരിശ്രമിക്കുമ്പോഴാണ് സഹികെട്ട് അവിടെ ചന്തു പ്രതികരിച്ചത്. തിരക്ക് നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ട് ഇടപെടുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇതെല്ലാം പോലീസിന്റെ പുതിയ തീരുമാനത്തിന് നിദാനമായി എന്നാണ് കരുതേണ്ടത്. പോലീസ് ഇങ്ങനെ കേസെടുത്താൽ ഈ ഒരു സംഭവങ്ങൾക്ക് അറുതി വരുമോ? തീർച്ചയായിട്ടും മാതൃകാപരമായി 3-4 പേർക്ക് എതിരായിട്ട് കേസെടുത്താൽ പോരെ, പ്രശ്നങ്ങൾ പരിഹരിക്കുമല്ലോ. കേരളത്തിൽ ഇതിനെ ആരും ഇതുവരെ ചോദ്യം ചെയ്യാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ കുറ്റകരമാണ് എന്ന് മനസ്സിലാക്കണം ഈ ക്യാമറയായിട്ട് നടക്കുന്നവരും അതോടൊപ്പം തന്നെ
മൊബൈൽ ഫോണുമായിട്ട് നടക്കുന്ന വ്യക്തികളെല്ലാം. കാരണം അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ കുടുംബക്കാർക്ക് ആ മരിച്ചയാളുടെ മക്കള് അല്ലെങ്കിൽ ഭാര്യ, ബന്ധുക്കൾക്ക് അലോസരം ഉണ്ടാക്കുന്ന രീതിയിൽ ക്യാമറ ചലിപ്പിക്കുകയോ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയോ ചെയ്യാൻ പാടില്ല. ആ മരണ വീട്ടിൽ നമ്മൾ കണ്ടല്ലോ, അദ്ദേഹത്തിനെ കണ്ടു മടങ്ങി മാറി നിൽക്കുന്ന പലരും അവരുടെ സ്വകാര്യ കാര്യങ്ങൾ സംസാരിച്ച് ചിരിക്കുന്നത് കണ്ടല്ലോ. അതൊക്കെ എന്തൊരു മ്ലേച്ഛകരമായ പ്രവൃത്തിയാണ്. അങ്ങനെയുള്ളവരെയൊക്കെ അവിടുന്ന് അടിച്ച് പുറത്താക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അവിടെ ചില ആൾക്കാർ, ചില നടിമാരും ചില വിവാദ നായികമാരും ഒക്കെ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവരുടെ ആ സംസാരവും ചിരിയും അദ്ദേഹത്തിനെ മറന്ന് അവരുടെ ലോകത്ത് അവിടെ ഈ ഒരു സന്ദർഭം ഉപയോഗിച്ച്, കാരണം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവർ പലരുമായിട്ട് ബന്ധപ്പെടുകയും അവരുമായിട്ട് സംസാരിക്കുകയും പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് എത്ര അരോചകമായിട്ട് നമുക്ക് തോന്നും കാണുന്നവർക്ക്. അതുകൊണ്ട് ഇതുപോലെ പല സെലിബ്രിറ്റികളുടെ അടുത്തും ഇതേ രീതിയിലുള്ള രംഗം സൃഷ്ടിച്ച് പലരും, ചില വ്യക്തികൾ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇതുപോലെ കൈകാര്യം ചെയ്യുന്ന കാണാം. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയുള്ളവരൊക്കെ അവിടുന്ന് മാറുന്നതാണ് നല്ലത്. പല സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള മരണസ്ഥലത്ത് പല സ്ഥലത്തും ഒരേ വ്യക്തികൾ പല രീതിയിൽ ഈ രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പോലീസ് സോമോട്ടായിട്ട് കേസ് എടുക്കും എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ പരാതി കൊടുത്താൽ അവർക്കെതിരായിട്ട് കേസ് എടുക്കും പോലീസ്, അതിന് യാതൊരു സംശയമില്ല. ഓക്കെ, എന്തായാലും ഇന്ന് നാട്ടിൽ കാണുന്ന പല ഓൺലൈനർമാരും യൂട്യൂബർമാരും പേരിന് മാത്രം മീഡിയ എന്ന് പറഞ്ഞെത്തുന്നവരാണ്. മാധ്യമപ്രവർത്തനത്തിന്റെ യാതൊരു നൈതികതയോ എത്തിക്സോ കാത്തു സൂക്ഷിക്കാത്ത ഇത്തരം ആളുകൾക്ക് ആവശ്യം ക്ലിക്ക് ബൈറ്റുകളും കാശും മാത്രമാണ്. അതിനെ അവർ ആരുടെ കണ്ണീർ വേണമെങ്കിലും വിറ്റ് കാശാക്കും, എവിടെ വേണമെങ്കിലും കയറി ചെല്ലും. പോലീസ് ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറയുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വരെ വീഡിയോകൾ ഇത്തരം മഞ്ഞ ഓൺലൈൻ ചാനലുകാർ അവരുടെ പേജ് വഴി ഷെയർ ചെയ്യുന്നുമുണ്ട്. ഇവരെ നിയന്ത്രിക്കാൻ സർക്കാരിന് നിയമം കൊണ്ടുവരാൻ പറ്റുമോ? ഇപ്പോൾ തന്നെ നിയമമുണ്ട്, അത് കർക്കശമാക്കാൻ പറ്റുമോ? നിയമം കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിയമം ഉണ്ടല്ലോ ഇവിടെ. നിയമം അത് പ്രയോഗിക്കുന്നില്ല, ആരും ഉപയോഗിക്കുന്നില്ല എന്നല്ലേ. അതിന് ധൈര്യം വേണം. അതിന് പോലീസ് നടപടിയെടുക്കാൻ പോലീസിനെ സപ്പോർട്ട് ചെയ്യണം. ഏതായാലും ടിപ്പിക്കലായിട്ട് ഇവിടുത്തെ സലീം കുമാറിൻ്റെ വീട്ടിൽ വിവാദപരമായ ചില പരാമർശങ്ങൾ നടത്തിയ 1-2 സ്ത്രീകൾ ഇരുന്ന് ചിരിക്കുന്നതും പൊട്ടിച്ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. അവർക്കെതിരായിട്ട് നടപടി എടുക്കട്ടെ പോലീസ്. അപ്പം തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവും. കാരണം പല സെലിബ്രിറ്റികളും വീട്ടിൽ അവരുടെ സ്വകാര്യതയിൽ ലംഘിച്ചുകൊണ്ട് ക്യാമറ മുന്നോട്ട് പോകുന്നതും അതുപോലെ തന്നെ മൊബൈൽ ഫോണുമായിട്ട് നടക്കുന്നതും, അവർ ആ സംഭവം കഴിഞ്ഞ ശേഷം മാറിയിരുന്ന് അവർ പൊട്ടിച്ചിരിക്കുന്ന അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെയുള്ളവർ ആ മരണ വീട് വിട്ട് പോട്ടെ. എന്തിനാണ് അവിടെ വന്ന് ശല്യം ഉണ്ടാക്കുന്നത്? അവർക്ക് കാണാൻ അല്ലെങ്കിൽ ആ നടനോട് സ്നേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ദർശിച്ചിട്ട് അവിടെ വിട്ടുപോവുക. പിന്നെ അവിടെ കറങ്ങി നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അത് ഇതുപോലെയുള്ള ചാനലിലൊക്കെ അവരുടെ മുഖങ്ങൾ വരാനും അതിന് ധൃതി പിടിച്ച് അതിന് പറ്റിയ സ്ഥലത്ത് പോയി നിൽക്കുകയും ചിലരുമായിട്ടൊക്കെ സംസാരിക്കുകയും, അത് തന്നെയല്ല അവിടെ വേറൊരു സംഭവം നേരത്തെ ഉണ്ടായി. അവിടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വന്നപ്പം ആ മരണത്തിൻ്റെ ഇടയ്ക്ക് ആരോ അദ്ദേഹത്തിന് കൊണ്ട് ഒരു ആരോ അണിയിക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. എത്ര മ്ലേച്ഛകരമായ, അദ്ദേഹം അത് തട്ടിത്തെറിപ്പിക്കുന്നതും കണ്ടു. അതിന് വളരെ മ്ലേച്ഛകരമായ ബാഡ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഓരോരുത്തർ ചെയ്യുന്നതാണ്. ഈ മരണ വീട്ടിൽ അദ്ദേഹത്തിനെ കണ്ടപ്പം അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി ഒരു മാലയിടാൻ ധൈര്യം കാണിച്ച് അയാൾക്കെതിരായിട്ട് ആദ്യത്തെ കേസ് എടുക്കട്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് പബ്ലിസിറ്റി മൈൻഡഡ് ആണ്. അങ്ങനെയുള്ള വ്യക്തികൾക്കെതിരായിട്ടുള്ള ഒരു കേസ് തുടക്കമാകട്ടെ ഈ സ്വകാര്യതയിലേക്ക് കയറി എന്നുള്ള കാര്യത്തിൽ. ഈ സെലിബ്രിറ്റികളുടെ വിവാഹം, മരണം പോലുള്ള സാഹചര്യങ്ങളിലും മരണവും അപകടം പോലുള്ള സന്ദർഭങ്ങളിലുമെല്ലാം അവയൊക്കെ കോണ്ടന്റുകളാക്കി കാഴ്ചക്കാരെ കൂട്ടി 4 അണ സമ്പാദിക്കാനുള്ള വ്യഗ്രതയാണ് പലർക്കും. ഈ മാധ്യമ മേഖലയിൽ ഒരു അനുഭവ പരിചയവുമില്ലാത്ത ആളുകളാണ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വരുന്നത്. അടുത്ത കാലത്തായി മാത്രമാണ് ഈ ഒരു പ്രവണത കൂടുതലായി തുടങ്ങിയത്. പോലീസ് നടപടി അല്ലെങ്കിൽ സർക്കാർ നടപടി എന്നതിനപ്പുറം സെലിബ്രിറ്റികൾക്ക് തന്നെ ഇവരെ മാറ്റി നിർത്താവുന്നതല്ലേ? അല്ല, ചില സന്ദർഭത്തിൽ അത് പറ്റില്ല പലർക്കും. ഇപ്പം നടന്മാർ വരുന്നിടത്തൊക്കെ പല പ്രശ്നങ്ങളും നമ്മളുണ്ട്. മമ്മൂട്ടി ആയാലും ശരി, മോഹൻലാൽ ആയാലും ശരി, അങ്ങനെയുള്ള നടന്മാർ വരുന്നിടത്ത് അവരെ ദേഹത്ത് കയറി പിടിക്കുകയും തൊടുകയും പിടിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും ഒരു പരിധി വരെ അവർ അതിന് വഴങ്ങുകയും ചെയ്യും. അവർക്ക് അതിന് ഒരു എതിർപ്പും പറയാൻ ഒക്കില്ല. കാരണം അവർ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവരാണ്. സിനിമയായാലും ശരി, വ്യക്തി ജീവിതത്തിലായാലും അവർക്ക് എല്ലാ കാര്യത്തിലും പബ്ലിസിറ്റി വേണം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ കുറേയൊക്കെ അവർ വഴങ്ങും എന്ന് വിചാരിച്ചുകൊണ്ട് അവർ പുറത്ത് കയറി നിരങ്ങാൻ അനുവദിക്കാൻ പാടില്ല. അതിന് ഇതുപോലെയുള്ള, പ്രത്യേകിച്ചും മരണം പോലെയുള്ള ഒരു വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിൽ അത് മുതലെടുക്കാൻ ശ്രമിക്കുന്ന മൊബൈൽ ഫോണുകാരും അതുപോലെ വീഡിയോക്കാരും അങ്ങനെയുള്ളവരെ നിലയ്ക്ക് നിർത്താൻ
തീർച്ചയായിട്ടും അവിടുത്തെ ചില വ്യക്തികൾക്കെതിരായിട്ട് കേസ് പോലീസ് ഇനിയെങ്കിലും എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം എങ്കിലേ നമുക്കിത് നിർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പോലീസിൻ്റെ നീക്കം, പോലീസിൽ നിന്ന് അത് ഒരു പോലീസിൻ്റെ ഒരു ഡിക്ലറേഷൻ ഞാൻ കണ്ടു. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് തീർച്ചയായിട്ടും അവർക്ക് പണിഷ്മെൻറ്റ് പിടിച്ചു കൊണ്ടിരുന്നതാണ്. അവർ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ രീതിയിലുള്ള പ്രവർത്തനം, സ്വകാര്യതയ്ക്ക് എതിരായിട്ട് ഒരു വ്യക്തി മരിച്ചു കിടക്കുന്നതും അവരുടെ ഭാര്യയ്ക്കും മക്കൾക്കും ആ വ്യക്തിയോട് സ്നേഹം പഠിപ്പിക്കാനും അവസാന നിമിഷത്തിൽ കൂടെ ഇരിക്കാനും അദ്ദേഹത്തിൻ്റെ ദേഹത്ത് സ്പർശിക്കാനും ഒക്കെ അവസരം നൽകാതെ അതൊക്കെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന ഇതുപോലുള്ള ആൾക്കാർ തള്ളിയിടിച്ച് അവിടെ കയറുന്നത് തീർച്ചയായിട്ടും അത് സ്വയം ഒഴിഞ്ഞു പോകുന്നതാണെന്നല്ലേ. ഇല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഇവർക്കൊരു ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിന് ഏതായാലും പോലീസ് തയ്യാറാണ്. കേരള പോലീസ് എന്തായാലും ഇന്ന് ഒരു വാർണിംഗ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ഫർദറായിട്ട് ഈ രീതിയിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ സോമോട്ടോ ആയിട്ട് പോലീസ് കേസെടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്.